ബോധം പോയ മഞ്ജുവിനെ ഗിരി ഇങ്ങനെ താങ്ങിയെടുക്കുവാണ്. ഈ സമയം മുകുന്ദനും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അന്നേരം മുകുന്ദൻ പറയണേ, മഞ്ജുവിനെ ചോര കണ്ടതല്ലേ, ചിലപ്പോൾ തലകറങ്ങിയതാവും, നീ വേഗം വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അന്നേരം ഗിരി മഞ്ജുവിനെ കൈകളിൽ ഇങ്ങനെ കോരിയെടുക്കുവാണ്. എന്നിട്ട് അവിടെ നിന്നും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീടാണ്. അവിടെ ഉമ്മറത്ത് തന്നെ ഭാനുമതി അമ്മ സ്വപ്നയിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ ബൈക്കിനെ ഗിരി മഞ്ജുവുമായിട്ടെത്തുന്നത്. അങ്ങനെ രണ്ടാളും ഒരുമിച്ച് അകത്തേക്ക് വരുന്നത് കാണുമ്പോൾ ഭാനുമതി അമ്മ ചോദിക്കണേണ്, അത് ശരി, നീ ഇപ്പോൾ ഇവളുമായിട്ട് കറങ്ങാൻ പോകുന്നത് ഒരു പതിവാക്കിയല്ലേ, ഇനി നീ എന്തെങ്കിലും ഒരു പുതിയ കഥയായിട്ട് വരുമല്ലോ. അന്നേരം ഗിരീഷ് കാര്യം എന്താണെന്ന് പറയാൻ തുടങ്ങുവാണ്. എന്നാൽ അത് സമ്മതിക്കാതെ ഭാനുമതി അമ്മ സ്വപ്ന ഇടയ്ക്കേറി ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ. സ്വപ്ന പറയണേ, ഇവളേട്ടനെ പൂർണ്ണമായിട്ടും കുപ്പിയിലാക്കി വെച്ചിരിക്കുക, ഇവളെയുമായിട്ട് ബീച്ചിലോ പാർക്കിലോ മറ്റോ പോയി ഉല്ലസിച്ചിട്ട് വരുമായിരിക്കും. അന്നേരം ഗിരി സ്വപ്നയോട് ദേഷ്യപ്പെടുന്നേ, സ്വപ്നെ നീ മിണ്ടാതിരിക്കുക, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടല്ലോ. അത് കിടന്ന ഭാനുമതി അമ്മ ചോദിക്കണേ, അത് ശരി, അപ്പോൾ നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം അനിയത്തിയോട് വരെ കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലേ. അന്നേരം ഗിരി പറയണേ, അമ്മ ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോട് കേൾക്ക്. മുകുന്ദൻ ശരിക്കും ഇന്നൊരു അപകടത്തിൽപ്പെട്ടിരുന്നു. ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ പോയതാ. അതിൻ്റെ ഇടയിൽ ഒരാളെന്നെ വെട്ടാൻ വന്നു. ആ വെട്ട് എനിക്ക് കൊള്ളേണ്ടതായിരുന്നു. എന്നാൽ മഞ്ജു എന്നെ രക്ഷിക്കാനായിട്ട് എന്നെ തള്ളി മാറ്റി. അതിനിടയിൽ അവൾക്കാണെങ്കിൽ ചെറിയൊരു മുറിവും പറ്റി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമായിരുന്നു ഞാൻ. അത് കേൾക്കുമ്പോൾ ഭാനുമതി അമ്മ വല്ലാതെ അങ്ങ് ടെൻഷനാകുവാണ്. ഈ സമയം സ്വപ്ന പറയണേ, ഓരോ പുതിയ കഥയും കൊണ്ട് ഇറങ്ങിക്കോളും. എൻ്റെ അമ്മ ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ. അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കിടുവാണല്ലോ, അത് പരിഹരിക്കാനായിട്ട് ഗിരിയേട്ടൻ നിൽക്കുന്ന പുതിയ കഥയായത്. ഗിരിയേട്ടൻ്റെ ജീവൻ ഇവളെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അമ്മ ഇവളോടുള്ള ദേഷ്യമെല്ലാം മാറ്റിവെച്ച് ഇവളെ സ്നേഹിക്കുമല്ലോ. അതാ ഗിരിയേട്ടൻ്റെ ബുദ്ധി. അല്ലാതെ ചോര കണ്ടാൽ പേടിക്കുന്ന ഇവളാണോ ഏട്ടനെ രക്ഷിക്കാൻ പോകുന്നത്? പറയുമ്പോൾ കുറച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും നുണ പറഞ്ഞുകൂടെ. ഈ സമയം അതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമതി അമ്മയെ സ്വപ്ന പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വിചാരിക്കുവാണ്. എന്നിട്ട് ഗിരിയോട് പറയണേനും, വേണ്ട, ഇനി നീ ഒരു കള്ളക്കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. അങ്ങനെ പറഞ്ഞ് രണ്ടാളും കൂടി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ഗിരി മഞ്ജുവിനോട് പറയണേ, മഞ്ജു അമ്മ പറഞ്ഞതൊന്നും കാര്യം വെക്കണ്ട, നീ അകത്തേക്ക് ചെന്ന് റെസ്റ്റ് എടുക്കും, എനിക്കൊന്ന് ഫ്രഷായിട്ട് പുറത്തു പോകണം. അന്നേരം മഞ്ജു ചോദിക്കണേ, അല്ല ഗിരിയേട്ടനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ചിലരേക്ക് ഒന്ന് നേരിട്ട് കാണാനുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാഗും പാക്ക് ചെയ്ത് ഗിരിയെ പേടിച്ച് നാട് വിടാനൊരുങ്ങുന്ന സഞ്ജുവിനെയാണ് കേട്ടോ. ഈ സമയം പോകാനൊരുങ്ങുന്ന സഞ്ജുവിനെ ഷാലിനി അവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചാച്ചുവിനോടൊക്കെ യാത്ര പറഞ്ഞ് സഞ്ജു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഗിരി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഗിരി വന്ന് കയറുമ്പോൾ തന്നെ സഞ്ജുവിനോട്ട് 2 കൊടുക്കുവാണ്. എന്നിട്ട് ഗിരി പറയണേ, മുകുന്ദനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പണി അവനെതിരെ നീ കാണിച്ചു എന്നറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഗോപാൽജിയുടെ മോനാണ് നീ എന്നുള്ള കാര്യം വരെ ഞാൻ മറക്കും. നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൈയൊടിച്ചിട്ടെ ഞാൻ ബാക്കി സംസാരിക്കുള്ളായിരുന്നുള്ളൂ. മുകുന്ദനെ നീ തട്ടിക്കൊണ്ടുപോയത് ഒരു ക്രിമിനൽ കേസാണ്. അവൻ കേസ് കൊടുത്താലേ നീ ജയിലിൽ എണ്ണി കിടക്കും. ഞാൻ പറഞ്ഞിട്ടാ അവൻ കേസ് കൊടുക്കാത്തത്. പിന്നെ നീ ഈ മുദ്ര പേപ്പറിൽ നീ ഉറപ്പിടണം, അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ചെക്കനും അവൻ്റെ വീട്ടുകാർക്കും മാന്യമായൊരു തുക നീ നഷ്ടപരിഹാരം നൽകാമെന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോട്ടലിലെ ഷെഫിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഗോപാൽജി തിരിച്ചു വരുന്നത് വരെ ഈ ഹോട്ടലിൻ്റെ ചുമതല ഇനി ശാലിനി നോക്കിക്കോളും. അവളിവിടെ വെറുതെ ഇരിക്കുവാണല്ലോ. പിന്നെ ഇനി ഇതുപോലെ നിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ഈ ഗിരിയുടെ യഥാർത്ഥ സ്വഭാവം കാണും. അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അതൊക്കെ കേട്ടോ ശാലിനി അങ്ങ് ഒത്തിരി സന്തോഷിക്കുവാണ്. ശാലിനി പറയണേ, നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട് വിടാൻ മാത്രമല്ലേ നിനക്കറിയുള്ളൂ. ഇപ്പതാ നീ ആയിട്ടുണ്ടാക്കിയ പ്രശ്നമെല്ലാം ഗിരി പരിഹരിച്ചിരിക്കുക. ഇനിയെങ്കിലും നോക്കി കണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് ശാലിനി സഞ്ജുവിനെയും കളിയാക്കി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ചാച്ചു ഓരോന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും സഞ്ജു ആണെങ്കിൽ ഗിരിയോടുള്ള അടങ്ങാത്ത ദേഷ്യം കാരണം കലിതുള്ളി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മഹിമയുടെ വീട്ടിലെത്തുന്ന വക്കീലിനെയാണ്. അങ്ങനെ വക്കീലിനെ കാണുമ്പോഴേക്കും മഹിമ മഞ്ജു ഫോൺ ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുവാണ്. എത്ര നേരം കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ചേച്ചി വിളിക്കുന്നതെന്നറിയോ? അന്നേരം വക്കീൽ പറയണേ, അത് ചിലപ്പോൾ മഞ്ജു ഹോസ്പിറ്റലിലായതുകൊണ്ടായിരിക്കും. അത് കേൾക്കുന്നത് മഹിമയും അമ്മ അവന് ഷോക്കാകുക. ഹോസ്പിറ്റലിലോ? എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? അന്നേരം വക്കീൽ കാര്യങ്ങളൊക്കെ പറയണേ, പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. രക്തം കണ്ടപ്പോൾ മഞ്ജുവിൻ്റെ ബോധം പോയി. അപ്പം തന്നെ ടെൻഷനായി ഗിരി മഞ്ജുവിനെ കുട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.
അന്നേരം മഹിമ അപ്പം തന്നെ മഞ്ജുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം മഞ്ജു കുഴപ്പമൊന്നുമില്ല, ഇനി പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മഹിമനെ സമാധാനിപ്പിക്കുവാണ്. പിന്നീട് മുകുന്ദൻ മഹിമയോട് നന്ദിയൊക്കെ പറയണേ. മഞ്ജു പറഞ്ഞു താനാ കൃത്യസമയത്ത് മഞ്ജുവിനെ വിളിച്ചറിയിച്ചെന്ന്. അതേക്കുന്ന മഹിമ പറയണേ അതിന് വക്കീൽ താങ്ക്സ് ഒന്നും പറയാൻ നിൽക്കണ്ട. അല്ല, ഇതിൻ്റെ പിന്നിൽ ഗോപാൽജിയുടെ ആളുകളല്ലേ, അവർക്കെതിരെ കേസൊന്നും കെടുക്കുന്നില്ലേ? അന്നേരം മുകുന്ദൻ പറയണേ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കേണ്ട പണിയാണ് അവർ ചെയ്തത്. പക്ഷേ ഗിരിയുമായിട്ടുള്ള എൻ്റെ സൗഹൃദം തനിക്കറിയാവുന്നതല്ലേ. ഗോപാൽജിയുടെ കുടുംബത്തെ ദോഷമായിട്ട് ബാധിക്കുന്നൊന്നും ചെയ്യുന്നത് ഗിരിക്കിഷ്ടമല്ല. അവൻ എന്നോട് സഞ്ജുവിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അവൻ സഞ്ജുവിന് ആവശ്യമുള്ളത് കൊടുത്തോളാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കാരണം തൽക്കാലം കേസെടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലെടുത്ത് സംസാരിക്കുന്ന മഞ്ജുവിനെയും ഗിരിനെയാണ് കേട്ടോ. അന്നേരം ഗിരി മഞ്ജുവിനോട് പറയണേ നീ എന്തിനാ നിൻ്റെ ലൈഫൊക്കെ വെച്ച് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഇനി ഇതുപോലുള്ള മണ്ടത്തരമൊന്നും കാണിക്കരുത്. അതേക്കുമ്പോൾ മഞ്ജു പറയണേ അതിന് ഞാൻ മണ്ടത്തരമൊന്നും കാണിച്ചില്ലല്ലോ. എൻ്റെ ഭർത്താവിനെ രക്ഷിക്കുന്നത് അത്ര തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ഭാര്യയുടെ കടമകളല്ലേ. അതേക്കുമ്പോൾ ഗിരി പറയണേ ഒരു ഭർത്താവെന്ന രീതിയിൽ നിനക്ക് വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആ നിലക്ക് നീ ഭാര്യയുടെ കടമകളൊന്നും നിർവഹിക്കാൻ നിൽക്കണ്ട. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയണേ ഓ അത് ശരി, അപ്പോൾ ഗിരിയേട്ടന് വേണ്ടി റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞത് കുറ്റബോധം കൊണ്ടാണല്ലേ? എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം. ഞാൻ ഗിരിയേട്ടനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ പറ്റും. ഞാനേ ഗിരിയേട്ടൻ്റെ ഭാര്യ മാത്രമല്ല, ഒരു പോലീസുകാരിയും കൂടിയാണ്. നാട്ടിലുള്ള എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളത് ഒരു പോലീസുകാരൻ്റെ കടമയല്ലേ. ഗിരിയേട്ടനെ ഞാനൊരു പൗരനെന്ന നിലയിലും കൂടി കാണുന്നുണ്ട്. ആ നിലയ്ക്ക് ഗിരിയേട്ടൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതേക്കുന്ന ഗിരി പറഞ്ഞേ ഓ അല്ലെങ്കിലും നിന്നോട് ഒരു കാര്യത്തിലും തർക്കിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ഗിരി അവിടെ നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു പോകുമ്പോഴേക്കും ഗിരി ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ചെറുപ്പം ചിരിയോട് കൂടി തന്നെ ഗിരി റൂമിന് പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഗിരിയുടെ ആ മാറ്റങ്ങളൊക്കെ മഞ്ജു ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഭാനുമതി അമ്മ സ്വപ്നയോട് പറയണേ ഇന്ന് ഗിരി മരിക്കേണ്ടതായിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ്റെ ജീവൻ മഞ്ജുവാണ് രക്ഷിച്ചത്. എന്നിട്ടും ആ സമയത്ത് ഞാൻ മഞ്ജുവിനോട് ദേഷ്യപ്പെട്ടു. അവളോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയത്. പക്ഷേ മുമ്പൊക്കെ അവൻ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പൂജയും പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. എനിക്ക് എന്താ പറ്റിയത്, എന്തിനു ഞാൻ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ സ്വപ്നയോട് പറയുക. അതേക്കുമ്പോൾ സ്വപ്ന പറയണേ അത് ശരി, അപ്പോൾ അമ്മയ്ക്ക് അവളോട് ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയല്ലേ. അത് തന്നെയാണ് ഏട്ടനും വേണ്ടത്. ഏട്ടൻ്റെ ജീവൻ അവൾ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ തന്നെയായിരിക്കും ഏട്ടനെ കൊണ്ട് ഇങ്ങനൊരു കള്ളം പറയിപ്പിച്ചത്. എന്താണെങ്കിലും അമ്മ അത് വിശ്വസിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാനുമതി അമ്മേനെ കളിയാക്കുവാണ്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.